ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്മോൾ സ്പീച്ചസ് ആണ്. സ്മോൾ സ്പീച്ചസിന്റെ 4ാമത്തെ ഭാഗമാണ്. അപ്പോൾ ഇതുവരെയുള്ള 3 ഭാഗങ്ങൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്, അതിൽ കയറി നോക്കിയാൽ മതിയാകും. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് എക്സാമിന് ഉപകാരപ്പെടുന്നതാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ കോൺവെർസേഷനൊക്കെ എഴുതേണ്ടി വരും നമുക്ക് എക്സാമിന്. അപ്പോൾ അത് ഈ ഒരു വാക്യങ്ങളൊക്കെ നമുക്ക് കോൺവെർസേഷനിൽ ഉൾപ്പെടുത്താവുന്നതാണ്, ഈ സ്മോൾ സ്പീച്ചസിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ. അപ്പോൾ നോക്കിയാലോ നമുക്ക്. ഞാൻ ഒരിക്കലും ഈ ഉപകാരം മറക്കില്ല എന്നെങ്ങനെയാ ഇംഗ്ലീഷിൽ പറയാ? ഞാൻ ഒരിക്കലും ഈ ഉപകാരം മറക്കില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നവരോട് നമ്മൾ സ്ഥിരം പറയുന്നതാണ്, എന്തായാലും ഈ ഉപകാരം മറക്കില്ല. എങ്ങനെയാ പറയാ? ഐ വോണ്ട് ഫോർഗെറ്റ് ദിസ് ഫേവർ. ഐ വോണ്ട് ഫോർഗെറ്റ് ദിസ് ഫേവർ. ഇനി മുതിർന്നവരെ അനുസരിക്കണം. എങ്ങനെയാ ഇംഗ്ലീഷിൽ പറയാ? മുതിർന്നവരെ അനുസരിക്കണം. ഒബേ യുവർ എൽഡേഴ്സ്. വയസ്സിന് മൂത്തവരെ എന്ത് ചെയ്യണം? അനുസരിക്കണം. ഒബേ യുവർ എൽഡേഴ്സ്. നിങ്ങൾ അധിക സമയം എടുക്കുന്നു. നിങ്ങൾ അധിക സമയം എടുക്കുന്നു. നമ്മൾ എന്തെങ്കിലുമൊക്കെ വെക്കേഷൻ അല്ലേ, ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ നിറയെ പിള്ളേർ വന്ന് കളിക്കുന്ന സമയമാണ് അല്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കളി തുടങ്ങി വെച്ചിട്ട് കുറെ സമയം എടുക്കുന്നു, നീ കുറെ സമയം എടുക്കുന്നു എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതെങ്ങനെയാ പറയാ? നിങ്ങൾ അധിക സമയം എടുക്കുന്നു. യു ആർ ടേക്കിംഗ് ടു ലോങ്. യു ആർ ടേക്കിംഗ് ടു ലോങ്. നിങ്ങൾ അധിക സമയം എടുക്കുന്നു. യു ആർ ടേക്കിംഗ് ടു ലോങ്. അടുത്തത്, ഇത് മനസ്സിൽ വയ്ക്കണം. എന്തെങ്കിലുമൊക്കെ സീക്രട്ട് ആയിട്ടുള്ള കാര്യം പറഞ്ഞിട്ട് ഇത് ആരോടും പറയില്ല, ഇത് മനസ്സിൽ വെക്കണം എന്നൊക്കെ പറയില്ലേ. അതെങ്ങനെയാ പറയാ? കീപ് ഇറ്റ് ഇൻ യുവർ മൈൻഡ്. കീപ് ഇറ്റ് ഇൻ യുവർ മൈൻഡ്. ഇത് മനസ്സിൽ വെക്കണം. കീപ് ഇറ്റ് ഇൻ യുവർ മൈൻഡ്. കുട എടുത്തോളൂ, മഴ പെയ്താലോ. എവിടെയെങ്കിലും പോകാൻ നിൽക്കുമ്പോൾ അമ്മയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ പറയും, കുട എടുത്തോ കേട്ടോ, മഴ ചിലപ്പോൾ പെയ്താലോ, മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ കുട എടുത്തോ എന്നൊക്കെ പറയില്ലേ. ടേക്ക് ആൻ അംബ്രല്ല ഇൻ കേസ് ഇറ്റ് റെയിൻസ്. ടേക്ക് ആൻ അംബ്രല്ല ഇൻ കേസ് ഇറ്റ് റെയിൻസ്. ടേക്ക് ആൻ അംബ്രല്ല ഇൻ കേസ് ഇറ്റ് റെയിൻസ്. കുട എടുത്തോളൂ, മഴ പെയ്താലോ. എന്നെ പറയാൻ അനുവദിച്ചാലും. നമ്മൾ മിക്കവാറും പറയുന്നതാണ്, എന്നെ പറയാൻ അനുവദിക്കും, അല്ലെ ഞാൻ പറയട്ടെ എന്നൊക്കെ പറയില്ലേ. എങ്ങനെയാ ഇംഗ്ലീഷിൽ പറയാ? അലോ മീ ടു സേ. അലോ മീ ടു സേ. അലോ മീ ടു സേ. അടുത്തത്, തെറ്റ് പറ്റിപ്പോയി, ക്ഷമിക്കണം. എന്നോട് ക്ഷമിക്കണം, തെറ്റ് പറ്റിപ്പോയി എന്നൊക്കെ എങ്ങനെയാ പറയാ? ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക്, പ്ലീസ് എക്സ്ക്യൂസ് മീ. ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക്, പ്ലീസ് എക്സ്ക്യൂസ് മീ. തെറ്റ് പറ്റിപ്പോയി, ക്ഷമിക്കണം. എല്ലാം നിന്റെ തോന്നലാണ്. ഇതെല്ലാം നിന്റെ തോന്നലാണ് എന്നെങ്ങനെയാ പറയാ? അത് നിനക്ക് തോന്നിയതാവും എന്നൊക്കെ പറയില്ലേ. എങ്ങനെയാ പറയാ? ഇറ്റ്സ് ഓൾ യുവർ ഫാൻസി. എല്ലാം നിന്റെ തോന്നലാണ്. ഇറ്റ്സ് ഓൾ യുവർ ഫാൻസി. അവൾ എന്നെ കുടുക്കി. നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്, എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ നമ്മളെ പറ്റിക്കുമ്പോഴോ ഒക്കെ പറയുന്നതാണ്, അവൾ എന്നെ കുടുക്കി കളഞ്ഞു എന്നൊക്കെ പറയില്ലേ. ജസ്റ്റ് എങ്ങനെയാ പറയാ? ഷീ ട്രാപ്ഡ് മീ. അവൾ എന്നെ കുടുക്കി, അല്ലെങ്കിൽ അവൻ എന്നെ കുടുക്കി. ഹീ ട്രാപ്ഡ് മീ. അവരെന്നെ കുടുക്കി. ദേ ട്രാപ്ഡ് മീ. അപ്പോൾ ഇങ്ങനെയാണ് പറയേണ്ടത്. ദേ ട്രാപ്ഡ് മീ, ഷീ ട്രാപ്ഡ് മീ, എങ്ങനെ വേണോ പറയാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ സ്മോൾ സ്പീച്ചസ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബായ്.